ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മാങ്ങ പൊട്ടിച്ച് അച്ചാറുണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അച്ചാർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാങ്ങ ഇവിടെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് പൊട്ടിച്ച് അതുണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ മാങ്ങ പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. മുകളിലേക്ക് കയറിയിട്ട് വേണം, ടെറസിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് വേണം. അവിടെ തോട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാങ്ങ പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ നിറയെ ചെറിയ ചെറിയ മാങ്ങകളാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് വലുത് നോക്കി പൊട്ടിക്കുകയാണ്. ഞാൻ ട്രയൽ ബോർഡൊന്നും ഞാൻ വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഞാൻ എടുക്കാൻ പറ്റണുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങ പൊട്ടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ കൂടെ നമ്മുടെ സ്കൈ വന്നിട്ടുണ്ട്. ഞാൻ മാങ്ങ പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ചെറുതൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലുത് മാത്രം തിരഞ്ഞ് പൊട്ടിക്കുകയാണ്. അത് കാരണം അതന്നെ തോട്ടിയുടെ കമ്പൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പൊട്ടിച്ചു കേട്ടോ. അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ഞാൻ പൊട്ടിച്ചു. നല്ല വെയിലാണ്. മാങ്ങ പൊട്ടിക്കാനായിട്ട് വെയിലത്ത് സ്കൈ കുട്ടി. അപ്പോൾ ഞാൻ തലോട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി മാങ്ങ പറക്കട്ടെ കേട്ടോ. പൊട്ടിച്ച് താഴത്തേക്ക് ഇട്ടുണ്ടായിരുന്നു. ആ മാങ്ങയൊക്കെ ഇതാ പറക്കണം കേട്ടോ. ഇത് മൂവാണ്ടൻ്റെ മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക പഴുത്താൽ. പിന്നെ കറി വയ്ക്കുമ്പോഴായാലും നല്ലത് തന്നെയാണ്. പുളി കുറവുണ്ട് കറി വയ്ക്കുമ്പോൾ. പുളിമാങ്ങ അല്ലല്ലോ, അപ്പോൾ അത് കാരണം ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല കറിയാണ്. നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം അത് നുറുക്കാം. അങ്ങനെ കഴുകിയത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിനെ ഞാൻ നുറുക്കണം കേട്ടോ. നുറുക്കി നമുക്ക് അതിനെ ഞാൻ ചെത്തുമാങ്ങക്കറിയൊക്കെ ഇട്ടുണ്ടാക്കണം. അരിഞ്ഞിട്ടുള്ള കറിയാകുമ്പോൾ അത് അധികം നാളിരിക്കില്ല. നേരെ വെച്ച് ചെത്തുമാങ്ങക്കറി ആകുമ്പോൾ നമുക്ക് കുറേ നാളിരിക്കും കേട്ടോ. അല്ല, അത്രയും നുറുക്കിയിട്ടാണ്. ഇനി ഒരെണ്ണം കൂടിയാണല്ലോ നുറുക്കാൻ. അതും കൂടി നുറുക്കാട്ടെ. കണ്ടില്ല, തന്നെ നൈസാക്കിയിട്ട് നുറുക്കണു. അങ്ങനെയെല്ലാം നുറുക്കി കഴിഞ്ഞാൽ പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കായം വറുത്ത് വയ്ക്കണം. ഉലുവ ഇവിടെ വറുത്ത പൊടിയുണ്ട് കേട്ടോ, ഉലുവപ്പൊടി ഉണ്ട്. അപ്പോൾ കായം അതിലേക്ക് വറുക്കാനായിട്ട് കുറച്ച് എണ്ണ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് ഒഴിച്ച് നമുക്ക് ആ മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കായം മൂപ്പിക്കാം കേട്ടോ. ഇത് സ്വർണ്ണം നല്ലെണ്ണയാണ്. നല്ലെണ്ണ തന്നെയാണ് മേടിക്കാൻ പാടുള്ളൂ. എണ്ണയാണ് ചേർക്കുക അതിൽ കേട്ടോ. എന്നിട്ട് ഞാൻ കായം 2-3 കഷ്ണം പൊട്ടിച്ചിട്ട് അതിലിട്ടിട്ട് അതിനെ പൊടിച്ചിട്ട് അതിൽ ചേർക്കാം. അപ്പോൾ ഉലുവ പൊടിച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കായം അതുമാതിരി കഷ്ണമാക്കിയിട്ട് വറുത്തിട്ട് അതിൽ ചേർക്കാം കേട്ടോ. കായം അതിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനെ പൊടിച്ച് ഉലുവയും കായം കൂടി ഇട്ട് അതിലേക്ക് ചേർക്കാം കേട്ടോ. ഇങ്ങനെ നന്നായി LG കായാണത്. അത്രയ്ക്കും മതി. 2 കഷ്ണം ചേർത്തിട്ടുള്ളൂ. അതിനനുസരിച്ച് അതിലേക്ക് ആ മാങ്ങയ്ക്കുള്ളത് അനുസരിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള മുളക് പൊടി ഇടാം കേട്ടോ. മുളക് പൊടി ഇടാം. അപ്പോൾ മുളക് പൊടി ഇട്ടു. ഇനി ആ മുളക് പൊടി ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ട് പിന്നെ ഈ എണ്ണ അതിൻ്റെ മീതയ്ക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മുളക് പൊടി അതിൽ മൂത്ത് വരും. എന്നിട്ട് പിന്നെ നന്നായി ഇളക്കുക. അത്രയേ വേണ്ടൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കായം വറുത്തിട്ട് ആ എണ്ണ നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം മുളകും പൊടി ഇട്ടിട്ടൊന്ന് അതിൽ തള വരണം. അതേമാതിരി ചൂടാറിയതിന് ശേഷം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനും പാടില്ല. അങ്ങനെയായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. മാങ്ങയുടെ മീതെ മുളക് പൊടി ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ആ വെളിച്ചെണ്ണ ചൂടോടെ തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചാൽ ആ മുളക് ഇതായി കിട്ടും കേട്ടോ. ആ മൂത്ത് കിട്ടും. അപ്പോൾ ആ പാത്രത്തിൽ ഇതാ മാങ്ങ ഇട്ട് അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ട്. ഇപ്പോൾ ആ തിളച്ച എണ്ണയും കൂടി അതിൽ ഒഴിച്ചാൽ നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്ത് വരും.
എന്നിട്ട് നന്നായി ഇളക്കുക. പോരാത്ത മുളക് പൊടി വേണമെങ്കിൽ പച്ച മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ ചേർത്തിട്ടൊന്നുമില്ല, ആ മുളക് പൊടി തന്നെ ഞാൻ ഇട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ. ഇനി അത് അതിൽ വേണമെങ്കിൽ ചൊറുക്ക ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ചൊറുക്ക കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്, 2 സ്പൂണ് ചൊറുക്ക ചേർത്തു. അല്ലെങ്കിൽ തന്നെ ഇതിൽ ഉപ്പും എണ്ണ ഇതൊക്കെ അതിലേക്ക് വെള്ളം മാതിരി വരും കേട്ടോ. ഇതിപ്പോൾ കായം ഉലുവയും കൂടി പൊടിച്ചിട്ടതാണ് കേട്ടോ. ഉലുവപ്പൊടി ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ ആ ഉലുവപ്പൊടി ഇട്ടു, കായം ഇട്ടു. അങ്ങനെ നമ്മുടെ അച്ചാർ ഞാൻ കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതാണ് അച്ചാർ കേട്ടോ. സൂപ്പർ അച്ചാർ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഓക്കെ, താങ്ക് യു.